ഗവേഷണങ്ങൾ അനുസരിച്ച് പുകവലി ഉപേക്ഷിച്ച് 20 മിനിറ്റിന് ശേഷം നിങ്ങളുടെ രക്തസമ്മർദ്ദം സാധാരണഗതിയിലെത്തുന്നു. കുറച്ച് ദിവസങ്ങൾക്കകം നിങ്ങളുടെ ശരീരത്തിലെ നിക്കോട്ടിന്റെ അളവ് കുറയുന്നു. 12 മാസങ്ങൾക്കകം ഹൃദ്രോഗത്തിനുള്ള സാധ്യതയും പകുതിയായി കുറയുന്നു. എന്നാൽ ഇപ്പോൾ പുകവലിക്കുന്നത് കാരണം ഹൃദയാഘാതം എപ്പോൾ വേണമെങ്കിലും വരാം. ബീഡിയും സിഗരറ്റും ജീവൻ അപകടത്തിലാക്കുന്നു. പുകവലി ഇന്നേ ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800112356 വിളിക്കുക. Smoking is injurious to health. Smoking causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. നീലത്തടാകത്തിനക്കരെയാണെന്റെ ഓലക്കുടിലും കിനാവും. നീലത്തടാകത്തിനക്കരെയാണെന്റെ ഓലക്കുടിലും കിനാവും. ഓലക്കുടിയിൽ കുടിയുവാണ് കഴിയും പിശാചും. ഓലക്കുടിയിൽ കുടിയുവാണ് കൂടെ കഴിയും പിശാചും. പൊന്നും പൊടിയും കുടഞ്ഞെണീറ്റപ്പോഴെട്ടായി
ഇനിയും 99 ഉണ്ടല്ലോ, പോയത് പോട്ടെ എന്ന് ആട്ടിടയും ചിന്തിച്ചില്ല. ഇവിടെ ഒന്നേ ഉള്ളൂ, പോയത് പോട്ടെ എന്ന് വെക്കാൻ പറ്റുമോ? വീണ്ടെടുക്കണം. വഴികൾ ഇടുങ്ങിയതും ദുർഘടങ്ങൾ നിറഞ്ഞതുമാണ്. ലക്ഷ്യമാണ് മുഖ്യം. ലക്ഷ്യത്തിലെത്താൻ ഏത് വഴിയിൽ കൂടെയും സഞ്ചരിക്കും. അതിന് പ്രാപ്തനായവൻ കളത്തിലിറങ്ങും. ഞാൻ ഇറക്കും. ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം ചെയ്ത് ജീവിക്കുന്നു എന്നറിഞ്ഞപ്പോ സത്യത്തിൽ സന്തോഷമാണ് തോന്നിയത്. ഇതിപ്പോ പപ്പയും മമ്മിയും ഒന്നും അറിയരുത്. എന്റെ കൈ തൂങ്ങിയാണ് നീ വളർന്നത്. നീ എത്ര വളർന്നാലും എന്റെ കൊച്ചു പെങ്ങൾ തന്നെയാണ്. നിന്റെ മാനം രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പിന്നെ നിന്റെ ഏട്ടനാണെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഈ ഫോൺ എപ്പോഴും സ്വിച്ച് ഓഫ് ചെയ്ത് രഹസ്യമായി വെക്കണം. എന്നെ വിളിക്കാൻ വേണ്ടി മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. എത്ര ആയുധങ്ങളുണ്ടെങ്കിലും തന്ത്രം മികച്ചതാണെങ്കിലും യുദ്ധം ജയിക്കാൻ അനുയോജ്യമായ സമയം വേണം. പേടിക്കണ്ട, കയ്യെത്തും ദൂരത്ത് ഞാൻ എപ്പോഴും ഉണ്ടാവും. അവരുടെ 3 പേരുടെയും നീക്കങ്ങൾ എന്നെ അപ്പം അറിയിച്ചാൽ മതി. അവർ 3 പേരും എന്റെ സർവൈലൻസിലാണ്. അവൻ നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും കഴുകനെ പോലെ ഉയർന്നാലും അവനെ ഞാൻ നിലംപരിശാക്കും. ഇരിക്കടിയോട് നായിന്റെ മോളെ ഒറ്റയടിക്ക് നീ തീരും. അനങ്ങാതെ അവിടെ കാണാൻ പോയിരുന്നോണം. നിന്റെ സൗന്ദര്യത്തിന് കോട്ടം തട്ടാതെ ആ ബോംബെക്കാരന്റെ മുമ്പിൽ കൊണ്ട് എത്തിക്കണമല്ലോ, അതുകൊണ്ട് മാത്രമാ.
നമ്മുടെ ബിസിനസിൻ്റെ കയറുടെ അലീനയുടെ കയ്യിലാണ്. ഹിന്ദിക്കാരനെ പോലിച്ചാൽ 2 കോടി രൂപയുടെ MD എത്തും. അവിടെ ഇനി എങ്ങനെ എതിർത്ത് പ്രശ്നം ഉണ്ടാക്കോ? ഏയ് അവൾ വെറും പാവുക. നമ്മൾ ചേരുടെ വലിക്കും, അവളങ്ങ് ചലിക്കും. That's all. അലീനയാണല്ലോ. എടുക്കും. അയ്യോ, സേവിച്ചൻ വെള്ളത്തിൽ വീണ് മരിച്ചെന്നാ പറയുന്നത്. ഏയ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഹലോ, എന്താ സംഭവിച്ചു? എനിക്കറിയില്ലടാ. സേവിച്ചൻ ഡാൻസ് കളിച്ച് കാൽ വെള്ളി വെള്ളത്തിൽ മരിച്ചെന്നാ പറയുന്നത്. വിശ്വസിക്കാൻ വയ്യല്ലോ. നമുക്ക് അങ്ങോട്ട് പോവാം. വാ. I can't believe. എന്താ സത്യത്തിൽ സംഭവിച്ചത്? സംതിങ് റോങ്. അവളെ എവിടെയാടാ? ഓ, ഞങ്ങളുടെ അണ്ണാക്കിലേക്കും ചായ പോവും. അറിയില്ലായിരുന്നു. മൂക്കിക്കൂടി വലിച്ചും വെയിനിക്കൂടി കുത്തിക്കേറ്റിയും പുകച്ചോക്കിയല്ലേ നിങ്ങളുടെ ഒരു രീതി. യെസ്, ആ സുഖം വേറെ മോളെ. ഫ്രണ്ടിലോട്ട് വാ, അവർക്ക് എന്തൊക്കെയോ ചോദിക്കാനുണ്ടെന്ന്. എന്താ സംഭവിച്ചത്? അയാൾ എന്നെ കൊല്ലാൻ നോക്കി, പക്ഷേ അയാളാണ് ചത്തത്. ഇക്കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, വേറെ വിധത്തിലാ പറഞ്ഞത്. ഇല്ല, ഞാൻ ഈ കഥ വിശ്വസിക്കില്ല. നടന്ന കഥ അതുപോലെ പറഞ്ഞു. രാവിലെ ഞങ്ങൾ പോകുന്നത് നിങ്ങൾ കണ്ടതല്ലേ? അയാൾ കഞ്ചാവടിച്ച് ആടി തിമിർക്കുകയായിരുന്നു. അതിനിടയിൽ കാല് തെന്നി വെള്ളത്തിൽ വീണു. നോ, അയാളെ കൊല്ലാൻ തീരുമാനിച്ച ഞങ്ങൾ കൊന്നിരിക്കും. പക്ഷേ ഈ നിമിഷം വരെ ആലിസിൽ നീയില്ല. ഐ മീൻ, സമയമായിട്ടില്ല. ആ രഞ്ജിത്തെ, താൻ തന്ന പരാതി അന്ന് തന്നെ ഹോം സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് വേണ്ട ആക്ഷനാണ്, സഡൻ ആക്ഷൻ. സേവിച്ചന്റെ മരണം ഒരു മർഡർ ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചു. സതീഷ് വർമ്മ മിടുക്കൻ DYSP ആടും അയാള്. സാറെന്ത് പറഞ്ഞു വരുന്നത്? സാറെ കാല് കെട്ടി വെള്ളത്തിലിട്ടാ നീന്തി വരുന്നതായി സേവിച്ചു. സാറിനറിയാൻ വെള്ളം ഇവിടെ എനിക്കറിയാവുന്ന കാര്യമല്ലേ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മുങ്ങി മരണ. അതിപ്പോ ഒരാൾ വെള്ളത്തിലുള്ള വെള്ളിട്ടാൽ അങ്ങനെയല്ലേ റിപ്പോർട്ട് വരൂ? അത് ശരിയാ, ഏതായാലും നടപടി ഉണ്ടാവും. രഞ്ജിത്ത് പറഞ്ഞത് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതായത് ഒരു ഇൻവെസ്റ്റിഗേഷൻ, എല്ലാം സെറ്റാകാനുള്ളൊരു താമസം, അത്രേ ഉള്ളൂ. എന്നാ ശരി, കാണാം. ഫയൽ ഞാൻ വായിച്ചു. ഒന്നുകൂടെ ഡീറ്റെയിൽ ചെയ്യൂ. ഫോൺ വന്ന് 10 മിനിറ്റകം ഞങ്ങൾ അവിടെ ചെന്നു. ഇവരും കൂട്ടത്തിലുണ്ടായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ ബോഡി കരയിൽ കിടത്തിയിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ സഞ്ചരിച്ച സ്ത്രീ വളരെ ക്ഷീണിതയായി ഒരു കസേരയിൽ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഹൗസ് ബോട്ടിനുള്ളിൽ കയറി ഇൻസ്പെക്ട് ചെയ്തു. അബ്നോർമലായിട്ടൊന്നും കാണാൻ കഴിഞ്ഞില്ല. സേവി വീഴുന്നത് കണ്ട 2 ദൃക്സാക്ഷികളുണ്ടായിരുന്നു.
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മുങ്ങി വേണം. അതർ റിമാർക്സ് ഒന്നും ഇല്ലായിരുന്നു. സോ കേസ് ക്ലോസ്ഡ്. ബട്ട് വി ഹാവ് ടു റീഓപ്പൺ ദ കേസ്. പുറത്തുനിന്നൊരാൾ വന്നിരുന്നെങ്കിൽ അലീന അത് പറയുമായിരുന്നു. മറച്ചു വെക്കേണ്ട കാര്യമില്ല. അവളുടെ ആളവിടെ ഉണ്ടെങ്കിൽ അവള് പറയില്ല. യെസ്, യു സെഡ് ഇറ്റ്. പക്ഷേ ദൃക്സാക്ഷികളുണ്ട്. ദൃക്സാക്ഷികൾ കള്ളം പറഞ്ഞതാണോ? സാധ്യതയുണ്ട്, പക്ഷെ പ്രൂവ് ചെയ്യുക എളുപ്പമല്ല. കേസ് വളച്ചൊടിക്കാൻ പോലീസ് ശ്രമിക്കുന്നു എന്നാകും പിന്നെ പരാതി. ആ സാധ്യത അവിടെ നിൽക്കട്ടെ. അലീനയ്ക്ക് സേവിയെ കൊല്ലണമെങ്കിൽ കഠിനമായ പക വേണം. നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ട കാര്യം അതാണ്. ഹു ഈസ് അലീന? അവരെങ്ങനെ ദിലീപ്, സേവി, അനൂപ്, രഞ്ജിത്ത് എന്നിവരുടെ ഗ്യാങ്ങിൽ വന്നു? സ്നേഹിച്ചു വന്നതാണോ? ചതിച്ചുകൊണ്ട് വന്നതാണോ? ഈ ഗ്യാങ് എങ്ങനെയാണ് അലീനയോട് പെരുമാറിയിരുന്നത്? എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഇൻഫർമേഷൻ വേണം. യെസ് സർ. അലീനയുടെ വീട്ടിൽ കയറാതെ പുറമേ നിന്ന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. യെസ് സർ. ഞാനിവരെ പറ്റി അന്വേഷിച്ചിരുന്നു. ഈ മരിച്ച സേവി വളരെ സമ്പന്നനാണ്, വിവാഹം ചെയ്തിട്ടില്ല. ഈ ഹൗസ് ബോട്ട് അയാളുടെ സ്വന്തമാ. നാടൻ പാട്ട് പാടി ഡ്രഗ്സ് അടിച്ച് ജീവിക്കുന്ന അയാളുടെ ഒരു ശൈലി. പ്രായം 58. പക്ഷെ സൗഹൃദം ഈ ചെറുപ്പക്കാരായ ദിലീപ്, രഞ്ജിത്ത്, അനൂപ് എന്നിവരായി മാത്രം. ഇൻട്രസ്റ്റിംഗ്. അനൂപ് 35 വയസ്സ്, വ്യവസായി ചന്ദ്രൻപിള്ളയുടെ മകനാണ്. വിദേശത്ത് MBA പഠിക്കാൻ വിട്ടതാണ്. ഡ്രഗ് അഡിക്റ്റ് ആയി മടങ്ങി വന്നു. രഞ്ജിത്ത്, അവനല്ലേ ഹീറോ. പൊളിറ്റിക്കൽ നല്ല ബന്ധമാണ്. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ മന്ത്രിസഭയിലെ റവന്യൂ മിനിസ്റ്റർ എൻ്റെ പേരപ്പനാണ്. ഡ്രഗ് അഡിക്റ്റ് മാത്രമല്ല, ബിസിനസ്സും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങളൊരു DYSP അല്ലേ? നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ട ഇവന്മാരെ അറസ്റ്റ് ചെയ്ത് അകത്തിടണ്ടേ? സസ്പെൻഷനും ട്രാൻസ്ഫറും പോലീസിന് പെട്ടെന്ന് കിട്ടും. ഇതിപ്പോൾ 1 മണിക്കൂർ യാത്ര ചെയ്താൽ വീട്ടിലെത്തും. ആവശ്യമില്ലാത്ത പണിക്ക് പോകണം. ഓക്കെ. ഈ രഞ്ജിത്ത് മാരീഡ് ആണോ? യെസ്, പക്ഷെ അവൾ അവളുടെ വീട്ടിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അനൂപും മാരീഡ് ആണോ? അല്ല. നന്നായി, ഒരു പെണ്ണ് രക്ഷപ്പെട്ടു. വാട്ട് അബൌട്ട് ദിലീപ്? കണ്ണൂർ ചെമ്പേരിലാണ് വീട്. അവിടുത്തെ സ്റ്റേഷൻ വഴി അന്വേഷിച്ചിരുന്നു. വെട്ടുകല്ലി എത്തിയാണ് അവർ ജീവിക്കുന്നത്. സാധു കുടുംബ. ഈ ദിലീപ് മൂത്തപുത്രൻ. വളരെ കഷ്ടപ്പെട്ട് ബിടെക് പഠിക്കാൻ വേണ്ടി അവർ ബാംഗ്ലൂരിലേക്ക് അയച്ചു. ഡ്രഗ് ഗ്യാങ്ങിൽപ്പെട്ട് ആ പഠനവും നിർത്തി. തിരികെ വീട്ടിലെത്തി പണത്തിന് വേണ്ടി അവൻ അപ്പനുമായിട്ട് നിരന്തരം വഴക്കുണ്ടാക്കുകയായിരുന്നു. അവർക്ക് ജീവിക്കാൻ മാർഗമില്ല. അവസാനം അവിടുത്തെ പോലീസ് ഇടപെട്ടപ്പോൾ നാട് വിട്ടു. ഇപ്പൊ സ്വന്തം വീടുമായി യാതൊരു ബന്ധവുമില്ല. വെൽ ഡൺ ഓഫീസർ, ഗുഡ് ജോബ്. താങ്ക് യു. ബേസിക് ഇൻഫർമേഷൻ കിട്ടി. ദിലീപും ഈ ഗ്രൂപ്പുമായി എങ്ങനെയാവും ബന്ധപ്പെട്ടിരിക്കുക? ചോദിച്ചാൽ അവൻ സത്യം പറയില്ല. എനിക്ക് തോന്നുന്നത് അവരെ ലിങ്ക് ചെയ്തത് ഡ്രഗ്സ് ആയിരിക്കണം. യെസ്. ആ 3 പേരെയും ആ പെണ്ണിനെ ഇവിടെ കൊണ്ടുവരണം ഇമ്മീഡിയറ്റ്ലി. യെസ് സർ. ജീപ്പ് എടുത്തോ. ഓക്കെ, പെട്ടെന്ന്. എവിടെയാ താമസിക്കുന്നത്? എൻ്റെ ഒപ്പം. ചോദിച്ചത് അവളോടാ, അവൾക്ക് പറയാനാവില്ലേ? നിന്നോട് ചോദിച്ചാൽ നീ ഉത്തരം പറഞ്ഞാൽ മതി. സാർ എൻ്റെ വൈഫാണ്. ഇവിടെ എൻ്റെ ഒപ്പല്ലേ താമസിക്കണ്ടേ? വൈഫ്? മാരീഡ് ഓർ ലിവിംഗ് ടുഗദർ? ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു, ഒന്നിച്ച് ജീവിക്കുന്നു. ലീഗലി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? തനിക്കെന്താ ജോലി? ബിസിനസ് ആണോ? അല്ല, രണ്ടുപേർക്കും ജീവിക്കണ്ടേ? ഞങ്ങൾ 4 പേര് ഒറ്റ ചങ്കായിരുന്നു മാഡം. സേവി അവൻ പോയി. ഇനി ഞങ്ങൾ 3 പേര് മാത്രം. ഇവൻ ആവശ്യമുള്ള പണം ഞങ്ങൾ നൽകും. നിങ്ങൾ താമസിക്കുന്ന വീട് എൻ്റെ മാഡം, ഫ്രീ ആയിട്ട് കൊടുത്തേക്കുക. നിനക്ക് വീടും കൂടുമൊന്നും ഇല്ലേ? വീടില്ലാത്ത ലക്ഷക്കണക്കിന് ആൾക്കാർ നാട്ടിലുണ്ട്. അവരെ പുച്ഛിക്കരുത്. എത്ര നീ എന്തോ കണ്ടിട്ടാടി വീടും കൂടും പണിയും ചെറിയൊന്നും ഇല്ലാത്ത ഒരുത്തന്റെ പുറകെ ഇറങ്ങി തിരിച്ചു. സ്നേഹം അതിനേക്കാളൊക്കെ വലുതാ. അലീന മാത്രം ഇവിടെ ഇരിക്കെ, മറ്റുള്ളവര് പുറത്തു വെയിറ്റേ.
അതെന്താ ഏർപ്പാടാ മാഡം? ഭാര്യയെ ചോദ്യം ചെയ്യുമ്പോ ഭർത്താവ് വെള്ളായിരിക്കും വേണ്ടേ? എടാ അത് പ്രസവത്തിന്. നിന്റെ പെണ്ണുമ്പിള പ്രസവിക്കുമ്പം നീ അരികെ നിന്നോ. ഇത് ഡിപ്പാർട്ട്മെന്റ് വേറെയാ. അരെ പോടാ. ഈ ഉച്ചിര എനിക്ക് ഇഷ്ടപ്പെട്ടു. പോലീസായ ഈ ഉച്ചിരോടെ നിൽക്കണം. പക്ഷെ ഈ ഉച്ചിര നിങ്ങൾക്ക് എപ്പോഴും കാണണം. നിർത്തടാ. എഴുന്നേക്കടാ. Get out. Rascal. നീ എവിടെ ഇരി? അലീന ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്തപ്പോഴാണല്ലോ ഈ സംഭവം നടക്കുന്നത്. അന്ന് എവിടെ പോയതാ? കായൽ യാത്ര ഇഷ്ടമായിരുന്നു. വെറുതെ ഒരു റൗണ്ട് എടുത്ത് വരാൻ പോയതാ. ഹസ്ബൻഡ് എന്താ വരാഞ്ഞേ? എപ്പോഴും ഹസ്ബൻഡിന്റെ കൂടെ പുറത്തു പോകാൻ സാധിക്കൂ? മുഖത്ത് നോക്കി സംസാരിക്കടി. നീ പറയുന്നത് കളവാണെന്ന് നിന്റെ മുഖം തന്നെ പറയുന്നുണ്ട്. അന്ന് ബോട്ടിൽ വെച്ച് എന്താ സംഭവിച്ചത്? ബോട്ട് ഓടി അല്പം കഴിഞ്ഞപ്പോ സേവിച്ചൻ ബോട്ട് നിർത്തി. ഏതോ ഡ്രഗ്സ്, വെളുത്തൊരു പൗഡർ മൂക്കിലിങ്ങനെ വെച്ച് അകത്തേക്ക് വലിച്ചു. എനിക്കും അറിയില്ല. നിന്റെ ഹസ്ബൻഡും സുഹൃത്തുക്കളും ഇത് ഉപയോഗിക്കാറുണ്ട്? യെസ്. അവർ നിന്നെ ഉപദ്രവിക്കുന്നത് ഡ്രഗ്സ് ഉപയോഗിച്ചതിന് ശേഷമാണ്. ആരും എന്നെ ഒരു വിധത്തിൽ ഹേർട്ട് ചെയ്യാറില്ല. എല്ലാവർക്കും എന്നെ വലിയ കാര്യം, സ്വന്തം പെങ്ങളെ പോലെ. ഫൈൻ. ബോട്ടിൽ എന്താ സംഭവിച്ചത്? നാടൻപാട്ട് പാടി ചുവടുകൾ വെച്ച് ഡാൻസ് ചെയ്തു. കാലുവഴുതി വെള്ളത്തിൽ വീണു. സേവിച്ചൻ അപകടത്തിലെ വെള്ളത്തിലേക്ക് വീഴായിരുന്നു. എന്നെ വലിയ ഇഷ്ടമായിരുന്നു. അലീനയുടെ വീട് എവിടെയാ? അയ്മനം, കോട്ടയം ടൗണിനടുത്ത. വീട്ടിൽ ആരൊക്കെയുണ്ട്? പപ്പയും അമ്മയും. ഒറ്റ മകളാ? അതെ. ഈ അപ്പനും അമ്മയും എന്ത് ചെയ്യുന്നു? കുവൈറ്റിലെ ബിസിനസ്സാ പപ്പയ്ക്ക്. മമ്മി അസിസ്റ്റന്റ് പ്രൊഫസറാ. എത്ര വരെ പഠിച്ചു? BDS ഫൈനൽ സെമസ്റ്റർ ഇപ്പൊ നടക്കുക. അതിനിടയിലും എങ്ങനെയാ ഇയാളുമായി അടുപ്പം? ഇൻസ്റ്റഗ്രാം. പഠനം കംപ്ലീറ്റ് ചെയ്യണ്ടേ? ആ ഫോൺ ഇങ്ങ് തരൂ. എന്റെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. ആവശ്യം വന്ന ഏത് സമയത്തും വിളിക്കാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആവശ്യം വരും. ആധാറിന്റെ കോപ്പി ഉണ്ടോ? ഫോണിലുണ്ട്. എന്റെ ഫോണിലേക്ക് അതൊന്ന് അയച്ചു തരാം. ഓക്കെ. പ്രേമിക്കുമ്പോ ദിലീപ് ഡ്രഗ്സ് അഡിക്റ്റ് ആണെന്ന് അറിയാമായിരുന്നു? നോ. അയാൾ ചതിക്കുകയായിരുന്നെന്ന് മനസ്സിലായോ? നോ. ദിലീപിനെ തിരുത്താൻ ശ്രമിക്കുകയാണ്. ശരി, ഇപ്പൊ പോയിക്കോ. വീണ്ടും കാണേണ്ടി വരും. ശരി സാർ. ദിലീപ്, കഥ തുറക്കാൻ. ദിലീപ്, കഥ തുറക്കാൻ.
എന്താടാ? അവളുടെ മൊബൈൽ എടുത്ത് ലോക്കും ചെയ്ത് ഇടറാ വണ്ടി, ഞാൻ അവളവിടെ കിടന്നോളും. വണ്ടിയുടെ കളിയാ. പ്രത്യേകം മാറ്റിയെടുത്ത വെരി പവർഫുൾ. ഈ ഒരു ഒറ്റ ഡോസിന് ഫിനിഷ്. നാളെ സ്റ്റഫിൻ്റെ ആളാണെന്ന് തോന്നലയ്യ. ഞാൻ എന്തായാലും നോക്കിയിട്ട് വരാം. സ്റ്റഫുണ്ടോ? ലോക്കൽ ഐറ്റംസ് നമ്മൾ എടുക്കില്ല. ഇത് കണ്ടോ, ഇതിൽ നിന്ന് ഒരു 3 വഫ് എടുത്ത് 4 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എന്താ സംഭവിക്കും? അതൊക്കെ പറയാം. അതിനു മുമ്പ് അവിടെ നിന്ന് ആ യവനസുന്ദരി നിങ്ങളുടെ കൂട്ടത്തിലുള്ളതാണോന്ന് പറയണം. യവനസുന്ദരി? താൻ എന്തുവാണ് പറയുന്നത്? നല്ല ഗോതമ്പിന്റെ നിറമുള്ള സുന്ദരി. അവളെ പൊക്കിയെടുത്തിട്ട് അങ്ങോട്ട് പോയാലെന്ന് വിചാരിച്ചതാ. അപ്പോൾ ഞാൻ നിങ്ങളെ കണ്ടത്. അപ്പോൾ എന്തായാലും ഒന്ന് ചോദിക്കണമല്ലോ. ഇപ്പൊ മനസ്സിലായി നിങ്ങളുടെ എല്ലാം. യെസ് യെസ്, ഷീസ് മൈ ഫ്രണ്ട്. നിങ്ങൾ ഏരിയ വിടാൻ നോക്ക്. എനിക്കറിയാം എന്ത് ചെയ്യണോ. നിന്നേ, ഈ ദേശത്തുള്ള സുന്ദരിമാരുടെ കാര്യം നീ മറന്നേക്ക്. വേഗം സ്ഥലം വിട്ടോ, അല്ല നിന്നെക്കൊന്ന് വെള്ളത്തിൽ താഴ്ത്തി ഞാൻ. വരയൻ ബ്രോ എന്ന് കേട്ടിട്ടുണ്ടോ നീയൊക്കെ? ഇല്ലെങ്കിൽ ഇവിടുത്തെ പോലീസുകാരോട് ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. ഞാനാണ് വരയൻ ബ്രോ. മീൻ വരയുന്ന പോലെ വരഞ്ഞാളെ 3-നെ. അതുകൊണ്ട് കൂടുതൽ ഷോ ഒന്നും വേണ്ട. ഓക്കെ, എഗ്രി. അവളെവിടെ നിൽക്കുന്നത്? അതൊക്കെ പറയാം.
ഒരെണ്ണം ആദ്യം നീ അടിക്ക്. ദാ. അടിച്ചോ. അവളാ ഭാഗത്തുണ്ട്. നമസ്കാരം. ഇമ്പോർട്ടൻ്റ് സ്റ്റഫാ ഇതേ. നിങ്ങളുടെ 6ാം ഇന്ദ്രിയം ഉണർത്തും. പോരാ, ത്രികാലജ്ഞാനികളെക്കാൾ ഉയരണം, സിരകൾ ത്രസിക്കണം. എന്താ പറ്റുമോ? എന്തിനും പറ്റും. നിങ്ങൾ ആദ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നോക്ക്. മനസ്സിൽ പർദീസയുടെ വാതായനമെല്ലാം തുറക്കപ്പെടും. ഞാൻ തന്നെ നിന്റെ കാല്. തീർന്നടാ. ഒറ്റ ചവിട്ടിന് നീ ചുരുളും. ഓ, അട്ട ചുരുളും പോലെ. സേവിച്ചാവുന്നതിന് മുമ്പ് ഇത് തന്നെയാ പറഞ്ഞേ. പക്ഷെ വെള്ളത്തിനടിയിൽ കിടന്ന് അവൻ ചുരുണ്ടു. അവനെ കൊന്നത് നീയാണോ? അതെടാ, അവനെ കൊന്നത് ഞാൻ. നിന്നെ കൊല്ലാൻ പോകുന്നത് ഞാൻ തന്നെ. ഡ്രഗ് കച്ചവടക്കാരനായി വന്ന പപ്പൻ എന്റെ ഗോഡ് ഫാദറാ. നീ ഇൻഹേൽ ചെയ്തിട്ട് ഓടിയതാ നിന്റെ മരണത്തിലേക്കാ.
എനിക്കും ജീവിക്കണം. പാപത്തിന്റെ ശമ്പളം മരണം. രക്ഷിക്കണേ ചേട്ടാ, ചേട്ടാ രക്ഷിക്കണേ. എന്താ എന്തു പറ്റി? ചേട്ടാ ആ ഫോണിന്ന് തരാവോ? ഐ നീഡ് ടു കോൾ ദി പോലീസ്. എന്താ പ്രശ്നം? എന്നെ പൂട്ടിയിട്ടിരിക്കുക, ഫോണും ഇല്ല. ആര്? മൈ ഹസ്ബൻഡ്. ഹലോ, ഓക്കെ, ഡോണ്ട് വറി. ഇപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. പോലീസ് സഹായത്തിനുണ്ട്. ഓക്കെ. ആ, അലീനയെ അവളുടെ ഹസ്ബൻഡ് വീട്ടിൽ ലോക്ക് ചെയ്തിട്ട് അവളുടെ ഫോണുമായി പോയി. നമുക്ക് അവിടം വരെ ഒന്ന് പോണം. യെസ് മാം. താങ്ക്സ് ചേട്ടാ, പോലീസ് ഇപ്പൊ എത്തും. ഞാൻ ബ്ലൈൻഡ് കർട്ടന്റെ ഓർഡർ എടുക്കുന്ന ആളാ. ഇവിടെ ആവശ്യം ഉണ്ടാവുമോ? സോറി ചേട്ടാ, എല്ലാ ഹസ്ബൻഡാ തീരുമാനിക്കുന്നത്. യെസ് മാം.
ഹലോ വിജയ്, ചെക്ക് യുവർ വാട്സപ്പ്. ഞാനൊരു നമ്പർ അയച്ചിട്ടുണ്ട്, അത് ട്രാക്ക് ചെയ്ത് പൊസിഷൻ പറയണം. ഡോണ്ട് വറി, റിലാക്സ്. ഫോൺ കിട്ടും. അല്ല, എന്തിനെ തന്നെ ലോക്ക് ചെയ്തെന്നറിയാമോ? നോ സർ. അവരെവിടെ പോയിരിക്കാനാണ് സാധ്യത? എനി ഐഡിയ? നോ, എവിടെയെങ്കിലും കൂട്ടം കൂടി ഡ്രഗ്സ് എടുക്കുമായിരിക്കും. സേവി മരിക്കുന്നത് വരെ ഈ വീട്ടിലായിരുന്നു സർവ്വ ബേക്കൂത്തും. ഇപ്പൊ എവിടെ യൂസ് ചെയ്യാറില്ല. അലീന, അവരുടെ പൊസിഷൻ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ ഞങ്ങൾ കാര്യങ്ങളൊക്കെ വിശദമായിട്ടൊന്ന് അന്വേഷിക്കാം. ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? I'm fine, sir. I will stay here. Thank you so much. Okay. പോവാം മാം. ഓഫീസർ, ആ മാം. നമുക്ക് അകത്ത് കയറി ഒന്ന് പരിശോധിക്കാം. ഓക്കെ. ഒരു ഇഷ്യൂ ഉണ്ടായതല്ലേ, അകത്തൊന്ന് പരിശോധിക്കണം. പുറത്തിറങ്ങാലോ. ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? നീളമുണ്ടല്ലോ, ജനലിന്റെ പടി ചവിട്ടിയാ ഓടെ കയ്യെത്തും. ഒന്ന് ശ്രമിച്ചേ. സാറ് പറ്റില്ല. ഒന്ന് നോക്കടോ. സാർ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതുപോലെ ഇനിയും സംഭവിച്ചാ തനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ നോക്കിയതാ. വാതിലടച്ചേക്കും. ഓക്കെ. ലൊക്കേഷൻ പോലീസിനെ ഇൻഫോം ചെയ്യണം. ഓക്കെ. അവരോട് അങ്ങോട്ട് പുറപ്പെട്ടോളം പറ. രണ്ടുപേരെ അൺകോൺഷ്യസ് ആയി അവിടെ കിടപ്പുണ്ടോ? എവിടെ? ഇതാ അവിടെ. ജീവനുണ്ടോ നോക്കിയേ. ഓക്കെ. ചാത്തിട്ടില്ല. വേറൊരുത്തിനും കൂടി കാണുമല്ലോ. സെർച്ച്. നമുക്ക് അവിടെ നോക്കാം. Oh my God, is he dead?
പോലീസ് വരുന്നത് വരെ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണം. അനൂപിന്റെ ബോഡി എവിടെ ഉണ്ട്? ഇവരെ പരിശോധിച്ചോ? മൊബൈൽ ഫോൺ മാത്രം കിട്ടി. അതിങ്ങ് തരൂ. ആരെങ്കിലും ഇവിടെ വന്നതിന്റെ ലക്ഷണങ്ങളുണ്ടോ? പ്രത്യക്ഷത്തിലില്ല. ഒരു സംഘടനവും നടന്നിട്ടില്ല. ഇവന്മാരുടെ ശരീരത്തുനിന്ന് ഡ്രഗ്സിന്റെ ഒരു തരി പോലും കിട്ടിയിട്ടില്ല. ഉള്ളി കാണും. അനൂപിന്റെ ബോഡി നടപടിക്രമങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് മോർച്ചറിയിലേക്ക് മാറ്റണം. പിന്നെ ഫോറൻസിക്കിനെ ഇൻഫോം ചെയ്യണം. ഓക്കെ? അതുപോലെ അവന്മാരെ ഹോസ്പിറ്റലൈസ് ചെയ്തേക്ക്. സാറായിരുന്നു. ഞാൻ കരുതി ദിലീപൻ ടീം എത്തിയെന്ന്. നല്ല ഹാപ്പി മൂഡിലാണല്ലോ. ഈ ബോൾ കണ്ടിട്ടാണോ? ഇതൊക്കെ ആൻസൈറ്റി കുറയ്ക്കാനാ. ഹാർട്ട് ബീറ്റ്സ് ആർ റേസിംഗ്. നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എന്തിനാ ഇത്ര വലിയ ആൻസൈറ്റി? ഫോണില്ല. ഒന്ന് ഉറക്കെ നിലവിളിച്ച പോലും കേൾക്കാൻ ആരുമില്ല. പോകാൻ ഒരിടമില്ല. ഫ്രണ്ട്സ് ഇല്ല. ഇത്രയും പോരെ സാർ. ഐ ആം അലോൺ. Can we talk? Oh sorry. Yeah, let us talk. സാധാരണ ഇവർ പുറത്തു പോയാൽ എപ്പോഴാ തിരിച്ചു വരാറ്? അങ്ങനെ ഒരു ഫിക്സഡ് ടൈം ഒന്നുമില്ല. എപ്പോ വേണമെങ്കിലും വരും. ലഹരി മാത്രമാണോ അത്തരം യാത്രകളുടെ ലക്ഷ്യം? What do you think? They are addict. That's for sure. മറ്റൊന്നും അറിയില്ല സർ. ഓക്കെ. ഈ ദിലീപിന്റെ ഫ്രണ്ട്സ് അലീനയോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യാറ്? മാന്യമായ പെരുമാറ്റമാണ്. അലീന, I'm gonna tell you something. It's a bad news. What's it, sir? കുറച്ച് അകലെയുള്ളൊരു കാട്ടിൽ നിന്ന് അനൂപിന്റെ ബോഡി കിട്ടി. മരണകാരണം വ്യക്തമല്ല. ഇവിടുന്ന് പോകുമ്പോൾ എല്ലാവരും ഓക്കെ ആയിരുന്നു. ആബ്സല്യൂട്ട്ലി ഹെൽത്തി. അല്ല, വാട്ട് അബൌട്ട് ദിലീപ് ആൻഡ് രഞ്ജിത്ത്? ആർ ദേ ഓക്കെ? ദേ ആർ ഹോസ്പിറ്റലൈസ്ഡ്. രണ്ടാളും കോൺഷ്യസ് അല്ല. ഡ്രഗ്സ് ഓവർഡോസ് ആണെന്ന് തോന്നുന്നു. മൈ ഗോഡ്. സർ, വാട്ട് അബൌട്ട് മൈ ഫോൺ? ഉടനെ എത്തിക്കാം. സർ, ഐ എം നോട്ട് ഫീലിംഗ് ഗുഡ്. ഞാനൊന്ന് കിടക്കട്ടെ. ഓക്കെ. സർ, മാഡം ഗാർഡനിലുണ്ട്. ദിലീപും രഞ്ജിത്തും വന്നിട്ടുണ്ട്. മാഡം അവരോട് സംസാരിച്ചോണ്ടിരിക്കുക. ഓഫീസേഴ്സ് വല്ലവരുണ്ടോ? സ്വാമി സാറും ഉണ്ട്. അനൂപിന്റെ മരണ കാരണം മെത്തിലിൻ ഡയോക്സി മെത്താഫെറ്റാമിന്റെ അമിത ഉപയോഗം കൊണ്ടാണ്. പിന്നെ കഴുത്തിന്റെ ഈ ഭാഗത്തായിട്ടാണ് ഇഞ്ചക്ട് ചെയ്തിരിക്കുന്നത്. ഫിംഗർ പ്രിന്റ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം അനൂപിന്റെ ഫിംഗർ പ്രിന്റ് മാത്രമേ സിറിഞ്ചിലുള്ളൂ. അമിത അളവിൽ MDMA സ്വയം ഇഞ്ചക്ട് ചെയ്തു എന്ന റിപ്പോർട്ടിൽ. ഇത് പണിയാണ് സാറേ. നിങ്ങൾക്കാരെങ്കിലും സംശയമുണ്ടോ? ഒരാളവിടെ വന്നിരുന്നു, സ്ട്രേഞ്ചർ. ഒരു സ്റ്റഫ് തന്നു. നോട്ട് ചെയ്ത് അല്പം കഴിഞ്ഞപ്പോൾ അൺകോൺഷ്യസ് ആയി. ആളെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ? നോട്ട് ഷുവർ. ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. നിങ്ങൾക്ക് പോവാം. പ്രതിയെ ഞങ്ങൾക്ക് കാണിച്ചതാണ്. അവനെ ഞങ്ങൾ പൊളിക്കോളാം. ഇവന്മാരുടെ ബാക്ക്ഗ്രൗണ്ട് നല്ലതല്ല. യുവതികളെ ട്രാപ്പിലാക്കാൻ മിടുക്കരാ. പിന്നൊരു തിരിച്ചുപോക്ക് അവർക്കില്ല. പെണ്ണിന്റെ ഏതെങ്കിലും ബന്ധുക്കൾ വല്ലതും പണി കൊടുത്തായിരിക്കും. പക്ഷേ അലീന വന്നതിന് ശേഷമാ 2 കൊലകളും. ഈ കൊല നടക്കുമ്പോൾ അലീനെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. വിറ്റ്നസ് നമ്മൾ പോലീസും. ആ ബ്ലൈൻഡ് കേർട്ടന്റെ സെയിൽസ്മാനെ പറ്റി ഒന്ന് അന്വേഷിക്കണം. അവൻ അവിടേക്ക് മാത്രമായി വന്നതാണെന്ന് അറിയണം. യെസ് മാം.
അവനോട് പുതിയ അപ്പോയിൻമെൻറ്റാ. ഇപ്പോൾ വന്ന ഒരു പേഴ്സണൽ കാര്യത്തിന്. അതെ, ഈ കൊച്ചിനെ അറിയാവോ? ആ, ഇത് അലീന മോളല്ലേ, ബേബി ചായന്റെ മോള്. എൻ്റെ അനിയനെ വിവാഹം ആലോചിക്കാൻ വേണ്ടിയായിരുന്നു. അവർ തമ്മിൽ പരിചയമുണ്ട്. അത് നടക്കത്തില്ല. ആ പെങ്കൊച്ചി ഇഷ്ടപ്പെട്ട പയ്യനൊപ്പം ഇറങ്ങിപ്പോയി. അതെയോ? എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ചെക്കനെ വിധിച്ചിട്ടില്ല. ഒന്നോർത്താ നന്നായി. നീന്തൽ അറിയാവുന്നൊരു കൊച്ച് കുടുംബത്ത് വരുന്നതാ എനിക്കിഷ്ടം. ഞങ്ങൾ കുട്ടനാട്ടുകാരാ. ഈ കൊച്ചിനെ നീന്തലും അറിയില്ലല്ലോ. പോട്ടെ. ആര് പറഞ്ഞു? അലീന മോൾ ഒരു ജലകന്യകയാ. ഏത് വെള്ളത്തിൽ നീന്തും, ഏത് പുഴയും നീന്തി കടക്കും. ആ, പിന്നെ നമ്മുടെ പപ്പനും മോളും മത്സരിച്ച് നീന്തും. വിജയ്ക്ക് ബേബി ചായന്റെ വക 1 പവൻ സമ്മാനം. ആ കാലമൊക്കെ കഴിഞ്ഞു. പപ്പൻ ആരായാള്? സർവകലാവല്ലഭൻ. ആളൊരു എഞ്ചിനീയറാ. പിന്നെ നാട്ടുവൈദ്യത്തിൽ കേമൻ. നീന്തൽ, കളരിപ്പയറ്റ് തുടങ്ങിയ അഭ്യാസത്തിലെല്ലാം മിടുമിടുക്ക്. ബേബി ചായനൊരു മകനെ പോലെയാണ് ഈ പപ്പൻ. സ്വന്തം മകൾ ഇറങ്ങിപ്പോയിട്ട് തിരികെ കൊണ്ടുവരാനുള്ള ചങ്കൂറ്റ് ഈ ബേബി ചായനില്ലേ? ഈ ബേബി ചായൻ ഒരു പരോപകാരിയാ, നാട്ടുകാരുടെ ദൈവം. പക്ഷെ ഒറ്റക്കൊമ്പനാ. തന്ത്രം മെനഞ്ഞ് ഓരോരുത്തരെയായിട്ട് വീഴ്ത്തും. അതാ പുള്ളിക്കാരന്റെ രീതി. ശരി എന്നാ. ആയിക്കോട്ടെ. മാമാരോട് പറഞ്ഞോ അടുത്ത അവരായിരിക്കുമെന്ന്? മിക്കവാറും രഞ്ജിത്തിനെ ആവും അവൻ തട്ടുക. You are a policeman. How can you talk like this? വിതയ്ക്കുന്നതേ കൊയ്യൂ. 6 മാസം മുമ്പ് അടുത്ത സ്റ്റേഷൻ പരിധിയിൽ ആതിര എന്ന യുവതി സൂസൈഡ് ചെയ്തു. തൂങ്ങി മരണമായിരുന്നു. ഫോറൻസിക് റിപ്പോർട്ടിൽ മറ്റു പരാമർശമില്ലാതിരുന്നതിനാൽ കേസ് ക്ലോസ് ചെയ്തു. ഈ പെണ്ണ് തൻ്റെ കാമുകനൊപ്പം പോയതാ. ബിടെക്കുകാരിയായിരുന്നു. ആവറേജ് ഫാമിലി. അമ്മ നേഴ്സറി സ്കൂൾ ടീച്ചർ. അപ്പം തട്ടുകട നടത്തുന്നു. കേസിന്റെ പുറകെ പോകാൻ പണമില്ലാത്തത് കൊണ്ട് അവരിപ്പോഴും കരഞ്ഞ് ജീവിതം തീർക്കുന്നു. അത് മർഡർ ആയിരുന്നോ? ഞാനങ്ങനെ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ആരും വെറുതെ ആത്മഹത്യ ചെയ്യില്ല. ജീവിതം വഴിമുട്ടുമ്പോൾ സ്വന്തം ജീവനെ ഹനിക്കുന്നു. ഈ പെണ്ണ് തന്റെ കാമുകനൊപ്പം പോയതാ. അയാളോടൊപ്പം ജീവിതവും തുടങ്ങി. Who is he? ദിലീപ്. What? Yes, the same man. Same house. സേവി, രഞ്ജിത്ത്, അനൂപ്. അവരോടൊപ്പം അവളോടെ ഭർത്താവും ജീവിച്ചു. ഓ, അവൾ ആത്മഹത്യ ചെയ്തയുടൻ അടുത്ത ഭാര്യയും വന്നു. സുജിത്ത്, അവിടെ ഇരിക്കും. നല്ല മഴയുള്ള ഒരു സന്ധ്യാസമയം പാലത്തിലൂടെ ഒരു പെണ്ണ് നനഞ്ഞ് നടന്നു പോകുന്നു. പൊടുന്നനെ അവൾ നദിയിലേക്ക് ചാടുന്നു. ദൃക്സാക്ഷികൾ പലർ. അവർ പോലീസിലും ഫയർഫോഴ്സിലും അറിയിച്ചു. അവർ എത്തി. പക്ഷേ 2ാം ദിവസമാണ് ബോഡി കിട്ടിയത്. നിമ്മി ജോസ്, 23 വയസ്സ് പ്രായം. സാമാന്യം സമ്പത്തുള്ള കുടുംബത്തിലെ അംഗമാണ്. അന്വേഷിച്ചില്ലേ എന്തുകൊണ്ടാണ് സൂയിസൈഡ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നിമ്മിയുടെ FB അക്കൗണ്ട് പരിശോധിച്ചു. അവൾക്കൊരു കാമുകനുണ്ടെന്ന് മനസ്സിലായി. ആ ബന്ധം ദൃഢമാണെന്ന് മനസ്സിലായി. കൂടുതൽ അന്വേഷണത്തിനായി അവനെ കസ്റ്റഡിയിലെടുത്തു. പക്ഷേ കാര്യമായി ഒന്നും ചോദിക്കാൻ സാധിച്ചില്ല. ADGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ കേസിൽ ഇടപെട്ടു. ഉടൻ തന്നെ അവനെ വിട്ടയക്കുകയും ചെയ്തു. അവളുടെ കാമുകന്റെ പേരെന്താ? ദിലീപ്. സുജിത്തിന് പോകാവോ? ഓ യെസ്, താങ്ക് യു ഓഫീസർ. താങ്ക് യു മാം. യുവതികളെ പ്രണയിച്ച് വശീകരിച്ച് വലിച്ചെറിയുന്നവൻ. വശീകരിച്ച് വലിച്ചെറിയുകയായിരുന്നെങ്കിൽ അവർക്ക് ജീവിതത്തിലേക്ക് തിരികെ പോകാമായിരുന്നു. ഇവിടെ അവർ പോകുന്നത് മരണത്തിലേക്കാണ്. വൈ? They are forced to die. മരണമല്ലാതെ വേറെ വഴിയില്ല. ഇവരെ പൂട്ടണം, നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. സോറി മാം, അതിനു പറ്റിയ ലോക്ക് ഇപ്പോൾ ഇവിടെ ലഭ്യമല്ല. അങ്ങനെ ഒരു ലോക്ക് ഉണ്ടാക്കാൻ മാം ഇറങ്ങി തിരിച്ചാൽ ഏതെങ്കിലും നടുവൊടിഞ്ഞ കോർപ്പറേഷന്റെ MD ആയിട്ടിരിക്കാം. എന്തായി അന്വേഷണം? അലീനെ പറ്റി സംസാരിച്ച എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയി. ദാറ്റ്സ് ഓൾ. ബേബിച്ചൻ അലീനയുടെ അപ്പൻ. നാട്ടുകാർക്ക് അയാളെ ദൈവത്തെ പോലെ. അദ്ദേഹത്തിന്റെ വരുമാനത്തിന്റെ പകുതിയും ചാരിറ്റിയാ. ചുരുക്കി പറഞ്ഞ ബേബിക്ക് വേണ്ടി ചാവേറാവാനും കൊല്ലാനും ഒരാളല്ല, ഒരു പറ്റം ആൾക്കാരുണ്ട്. ഈ പപ്പൻ എന്ന് പറയുന്ന ആൾ ബിടെക്കുകാരനാ, ഒരു പാരമ്പര്യ വൈദ്യനാ, ബേബിയുടെ അലീനയുടെയും വിശ്വസ്തനാ. എന്തിനും. ഷാലൈ, സിനിമയ്ക്ക് പോകാൻ വൈഫ് വെയിറ്റ് ചെയ്യുന്നു.
ഓക്കെ. താങ്ക് യു. ആ അലീനെ കസ്റ്റഡിയിലെടുത്ത് എസ് ഐ ശോശാമ്മയുടെ കയ്യിലോട്ട് കൊടുത്ത സകല കാര്യങ്ങളും മണിമണി പോലെ അവള് പറയും. നോ, നെവർ ഗോണ ഹാപ്പൻ. എനിക്ക് താല്പര്യമില്ല. അതിജീവന ഇരകളുടെ അവകാശമാണ്. അതിനുവേണ്ടി അവർ തിരഞ്ഞെടുക്കുന്ന വഴികൾ എന്തായാലും ലക്ഷ്യത്തിലെത്തണം. ആരും തടസ്സം നിൽക്കരുത്. നാളെ ബേബിയുടെ വീട് വരെ ഒന്ന് പോണം. ഷുവർ. പോലീസാ? ബേബി ചായ, പോലീസ് വന്നിരിക്കുന്നു. അകത്തേക്ക് കയറാമല്ലോ. പോലീസ് എന്ന് കേട്ടപ്പോ പെങ്ങളുടെ മുഖത്തൊരു പരിഭ്രമം. അതെന്താ, പോലീസിനെ പേടിയാണോ? ഞാനെന്തിനാ പോലീസിനെ പേടിക്കുന്നേ? കുറ്റം ചെയ്തവര് പേടിച്ച പോരെ? അത് പറഞ്ഞത് കറക്റ്റാ. കുറ്റം ചെയ്തവർ പേടിച്ചാൽ മതി. മുഖത്ത് ഈ പരിഭ്രാന്തി കണ്ടുകൊണ്ട് ചോദിക്കുന്നതാ, കുറ്റം ചെയ്യാൻ ആരെങ്കിലും പ്രേരിപ്പിച്ചോ? സാർ എന്തായി പറയുന്നേ? സാറല്ല, ബ്രദർ. ബ്രോ എന്ന് വിളിച്ചാൽ മതി. അതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. എന്താ വിഷയം? വിഷയമില്ലാതെ പോലീസ് വരില്ലല്ലോ. മകൾ ഉപേക്ഷിച്ചു പോയാൽ പോട്ടെന്ന് വയ്ക്കാൻ പറ്റുമോ? പോയി പിടിച്ചോണ്ട് വരണം. സ്വന്തം ഇഷ്ടപ്രകാരം പോയതാ സാറേ. ഞങ്ങൾ വിളിച്ചാൽ വരത്തില്ല. ഒരു മകളേ ഉള്ളൂ. അവൾക്ക് ഇഷ്ടപ്പെട്ടവൻ ഞങ്ങൾക്കും പ്രിയപ്പെട്ടവനാ. പക്ഷേ ഞാൻ പൂരിപ്പിക്കാം. മകൾ സ്വയം ഭരിച്ചവൻ ഡ്രഗ് അഡിക്റ്റഡും കൊള്ളരുതാത്തവനുമാണ്. അല്ല ബേബിച്ച? അന്വേഷിക്കാതിരിക്കാൻ പറ്റൂ? മകൾ കുപ്പത്തൊട്ടിൽ വീണാൽ കൈ പിടിച്ച് കയറ്റുക എന്നുള്ളത് ഒരു അപ്പന്റെ കടമയല്ലേ? അതിന് സഹായിക്കാൻ പോലീസുണ്ട്. പക്ഷേ നിയമം കയ്യിലെടുത്താൽ കുടുംബം ജയിലിൽ പോകും. വാട്ട് ഈസ് ലോ? ഒരു സ്ത്രീയുടെ അഭിമാനം സംരക്ഷിക്കുന്നത് നിയമമല്ലേ? സാറ് നിയമത്തിന്റെ കാലാളാണല്ലോ. ഇതൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ടോ? പോലീസിന് സഹായം തേടിയില്ലേ? അവരാണ് മോൾ എവിടെയുണ്ടെന്ന് പറഞ്ഞത്. മോളെ കാണാൻ പോയില്ലേ? ഞങ്ങളുടെ മോൾ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എന്റെ കൊച്ചിവിടെ ഉണ്ടോടാ? ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. എവിടെ വെച്ച്? ഇവിടെ വെച്ച്. പരസ്പരം മാലയിട്ട്. അതാണോടാ വിവാഹം? എന്താ കുഴപ്പം? രണ്ടുപേരും മേജറല്ലേ? അലീനയെ വിളി. കാര്യങ്ങൾ അലീന പറയട്ടെ. അലീനെ, അലീനെ, മോളെ അലീനെ. എന്റെ മോളെ. മോളെ പ്രലോഭനം, ബ്ലാക്ക്മെയിൽ, ഭീഷണി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തുറന്നു പറ. ഒരുത്തരം പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ദിലീപിന്റെ കൂടെ ജീവിക്കാനാണ് ഞാൻ വന്നത്. ജീവിതം തുടങ്ങി, ഇനി ഒരു തിരിച്ചുപോക്കില്ല. മോളെ, എനിക്കൊന്നും പറയാനില്ല. മമ്മി എന്തെങ്കിലും തെറ്റ് മോളോട് ചെയ്തോ? അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ക്ഷമിക്കും മോളെ.
മോളെ നമുക്ക് പോകാം. അവളെന്റെ ഭാര്യ, അവളെ എങ്ങോട്ടും വരുന്നില്ല. മോളെ ഇവനെ വിശ്വസിക്കരുത്. മോളെ, പപ്പായ്ക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. മോളുടെ ഇഷ്ടമാണ് മുഖ്യം. ഈ കല്യാണം അന്തസ്സായിട്ട് ഞങ്ങൾ നടത്തിത്തരാം. ഒന്ന് പോയി തന്നാ മതി പ്ലീസ്. മോളെ മോളെ ചായ. മോളെ അവൾക്ക് ഞങ്ങളെ വേണ്ടാന്ന് പറഞ്ഞു. കാരണം അറിയില്ല. തിരക്കിയില്ലേ? സാറേ, അവളൊന്നും പറയുന്നില്ല. അത് മനസ്സിലായി. അവൾക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്നല്ലേ അതിനർത്ഥം? ആ സാഹചര്യം തിരക്കി അറിഞ്ഞു, ശരിയല്ലേ? ബൈബിള് വായിക്കുന്ന ശീലവും ഇന്ന് വായിക്കേണ്ട ഭാഗമാണ്. നീ കഴുകനെ പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവച്ചാലും അവിടെ നിന്നും ഞാൻ നിന്നെ ഇറക്കും എന്ന് യഹോവയുടെ ഉറപ്പാണ്. ഇന്നലെ വായിച്ചു നിർത്തിയത് ഏത് ഭാഗമാണ്? എന്റെ മതപരമായ കാര്യങ്ങളിൽ പോലീസ് ഇടപെടുന്നത് ശരിയല്ല. തന്റെ നെഞ്ചിലെ കനൽ ആളി കത്തിക്കാനാ താനിത് വായിക്കുന്നത് എനിക്കറിയാം. തന്റെ മകളുടെ അവസ്ഥ അറിഞ്ഞ നിമിഷം തന്റെ നെഞ്ചിലേക്ക് കോരിയിട്ടതായി ഈ കനൽ എന്നും എനിക്കറിയാം. നിയമവും കോടതിയും പോലീസും ഒക്കെ നീതിക്ക് വേണ്ടി. അതൊരു സിസ്റ്റം അല്ലേ? അപ്പോ ചില സന്ദർഭങ്ങളിൽ അത് പരാജയപ്പെടാം. അപ്പോ നിയമം കയ്യിലെടുക്കാവോ? ഫിലോസഫിക്കലായി പറഞ്ഞതേ ഉള്ളൂ. അലീനയുടെ ഭർത്താവിന്റെ ഫ്രണ്ട്സ് സേവിയും അനൂപും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. അവന്മാര് ചത്തോ? എപ്പോ? നന്നായി, അവനൊക്കെ ചത്ത് തൊലയട്ടെ. എന്തു വർത്തമാനമാണ് നീ പറയുന്നത്? അത് ഒരു ജീവനല്ലേ, അത് നഷ്ടപ്പെടാൻ ആഗ്രഹിക്കരുത്. പോരാ, എക്സ്പ്രഷൻ പോരാ ബേബി, അല്പം കൂടെ ഇമോഷനായ. അവന്മാര് ചത്തത് നന്നായി എന്ന് പറഞ്ഞു. അവര് വല്ല ദ്രോഹം ചെയ്തിട്ടുണ്ട്. അവന്മാരല്ലേ എന്റെ കൊച്ചിനെ തടഞ്ഞു വെച്ചത്. അപ്പൊ അവര് മരിച്ചതിന്റെ പ്രയോജനം നിങ്ങൾക്കാ? സാർ എന്തായി പറയുന്നത്? സാർ ഒരു അച്ഛനല്ലേ, അതിനുപരി ഒരു മനുഷ്യനല്ലേ, ഒരു മനസാക്ഷി ഉണ്ടാകണമല്ലോ. ആഹാ, ഈ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മനസാക്ഷിയില്ല, നിയമം മാത്രം. താങ്ക്സ്. അറിയാനുള്ളത് സിമ്പിളായിട്ട് അറിഞ്ഞു. ബൈബിൾ വായനയിൽ ആശ്വാസം കണ്ടെത്തുന്നവർ മത്തായി 26-ാം ചാപ്റ്റർ 52-ാം വാക്യം വായിക്കണം. ആശ്വാസം കിട്ടും. എന്താ വാടി മത്തായി പറഞ്ഞത്? എനിക്കറിയില്ല, നോക്കിയിട്ട് പറയാം. യേശു അവനോട്, വാളുറയിലിടുക, വാളെടുക്കുന്നവരൊക്കെ വാളാൽ നശിച്ചു പോകും. എന്തായി? എനി പ്രോഗ്രസ്? പാസ്വേഡ് അൺലോക്ക് ചെയ്യുക, ഡിലീറ്റഡ് മെസ്സേജ് റിക്കവർ ചെയ്യുക. അത്ര എളുപ്പമല്ല. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. വെയിറ്റ്. ഓക്കെ, ഞാൻ ഇറങ്ങുക. നിന്റെ പണി നടക്കട്ടെ.
ബോഡി മുങ്ങിയെടുത്തവരില്ലേ, അവരോട് ആദ്യം വരാൻ പറ. ഓക്കെ സർ. നിങ്ങൾ കൊടുത്ത മൊഴിയും ഡീറ്റെയിൽസും എല്ലാം ഇവിടെ ഉണ്ട്. ആ സമയം അതിലെ പോകാനുള്ള കാരണം എന്താണ്? കക്ക വാരാനായിരുന്നോ? അല്ല, ഒരു നാട്ടുവൈദ്യന് പച്ചമരുന്ന് പറിച്ചു കൊടുക്കാൻ വേണ്ടി പോയതാ. അപ്പോഴാ ഈ സംഭവം കാണുന്നത്. സ്ഥിരം ഇങ്ങനെ പോകാറുണ്ടോ? ഇല്ല, ആകെ 3 പ്രാവശ്യം. ബോഡി എടുത്ത ശേഷം അയാളെ കണ്ടപ്പോൾ അയാൾ എന്ത് പറഞ്ഞു? എന്തെല്ലാം കാര്യങ്ങൾ അന്വേഷിച്ചു? കഷ്ടമായി പോയല്ലോ എന്ന് മാത്രം പറഞ്ഞു സാറേ. അന്ന് മരുന്നച്ചെടി പറിച്ചോ? ഇല്ല, സമയം പോയതുകൊണ്ട് പിറ്റേ ദിവസം വരാൻ പറഞ്ഞു. പിറ്റേ ദിവസം അയാൾ വന്നു. ചെടികൾ കുറച്ച് പറിച്ചു. മൊത്തം 3 പ്രാവശ്യം കണ്ടെന്ന് പറഞ്ഞല്ലോ. അതെ. ആ ഡേറ്റ് ഒന്ന് പറയാോ? അത് അന്ന് സംഭവം നടന്നത് ഏതാണ്ട് 18-ാം തീയതിയാണ്. പിന്നെ ഞങ്ങൾ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 16-ാം തീയതി, പിന്നെ 13-ാം തീയതിയുമാണ്. അതിനു മുമ്പ്? ഇല്ല സർ. ഈ 19-ന് ശേഷം? ഇല്ല സർ. അയാളുടെ നമ്പർ ഉണ്ടോ? ആ ഉണ്ട്. ഇങ്ങെടുത്തേ. ഇതാ അയാളുടെ നമ്പർ. പപ്പൻ എന്നാണോ ഇയാളുടെ പേര്? അതെ. ശരി, ഇപ്പൊ പോയിക്കോ. ശരി സർ. ബാബു, വീട് കട്ടപ്പന, തൊഴിൽ കൃഷി. യെസ്. എത്ര പ്രാവശ്യം കുമരകത്ത് വന്നിട്ടുണ്ട്? ആദ്യമായി. എത്രയോ റിസോർട്ടുകൾ അവിടെയുണ്ട്. അതിലൊന്നും ബുക്ക് ചെയ്യാതെ ഇടുങ്ങിയ സ്ഥലത്ത്, വിജനമായ സ്ഥലത്തെ ആ റിസോർട്ട് എന്തിനാ ബുക്ക് ചെയ്തത്? ഓൺലൈൻ ബുക്കിംഗ് ആയിരുന്നു. ചിലവ് കുറഞ്ഞ കായൽ തീരം സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. നിങ്ങൾ കായൽ തീരത്ത് തന്നെ നിൽക്കുമായിരുന്നോ? കായലിന്റെ തീരത്ത് ഇരിക്കുമായിരുന്നു. അപ്പോഴാ സംഭവം നടന്ന ഹൗസ് ബോട്ട് കണ്ടത്. എന്തുവാ കണ്ടത്? ഒരു ലേഡി മേശപ്പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു. ബോട്ട് ഓടിച്ച ആൾ എഴുന്നേറ്റ് ലേഡിയുടെ മുമ്പിൽ വന്ന് ഡാൻസ് കളിച്ചു. പുറകോട്ട് ചാടി ചാടിയാ അയാൾ മൂവ് ചെയ്തത്. എവിടെയോ തട്ടിയതാവണം. അയാൾ വെള്ളത്തിലേക്ക് വീണു. എന്ത് ഡാൻസ്? അതിന് ഡാൻസ് എന്ന് വിളിക്കാമോ എന്ന് എനിക്കറിയില്ല. ഒരുതരം പേക്കൂത്ത്. ഈ വെള്ളത്തിലേക്ക് വീണ പൊസിഷൻ ഓർമ്മയുണ്ടോ? പുറകോട്ട് മറിയായിരുന്നു. തലഭാഗമാണ് ആദ്യം വെള്ളത്തിലേക്ക് വീണത്. ശരി, നിങ്ങൾക്ക് പോവാം. ഓക്കെ മാം. സുരേഷ്, വീട് വായിക്കും. അതെ. അയാൾ എങ്ങനെയാ വെള്ളത്തിലേക്ക് വീണത്? ബോട്ടിന്റെ മുൻഭാഗത്ത് നിന്ന് പേക്കൂത്ത് കളിക്കുമായിരുന്നു. കാല് തട്ടി പുറകോട്ട് വീണു. തലഭാഗമായിരുന്നു ആദ്യം വെള്ളത്തിലേക്ക് വീണത്. താൻ ഇപ്പൊ പൊയ്ക്കോ. പക്ഷേ തീരെ താമസമില്ലാതെ പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയമാക്കും. എന്തു തോന്നുന്നു? സേവിയെ കൊന്നതിൽ പപ്പന് പങ്കുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ബേബിയുടെ അലീനയുടെയും അടുത്ത ആളാണ് ഈ പപ്പൻ. സംഭവ ദിവസം, അതായത് 18-ാം തീയതി പപ്പൻ കായലിലുണ്ട്. ഇവിടെ പപ്പൻ ചില മുൻകരുതലുകൾ എടുക്കുന്നു. 18-ാം തീയതി പച്ചമരുന്ന് പറിക്കാൻ അവിടെ ചെന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അതുകൊണ്ട് തന്നെ അയാൾ 13-ാം തീയതി 2 കക്കാവാര തൊഴിലാളികളുമായി പച്ചമരുന്ന് തേടി തുരുത്തിലേക്ക് പോകുന്നു. 16, 18, 19 ഈ തീയതികളിലും പോകുന്നു. 13-ന് മുമ്പും 19-ന് ശേഷവും അയാൾക്ക് പച്ചമരുന്ന് വേണ്ട. 13-ന് മുമ്പ് എന്താ പോവാതിരുന്നേന്ന് ചോദിച്ചാ തുരുത്തിൽ പച്ചമരുന്നുണ്ടെന്ന് അപ്പോഴാ അറിഞ്ഞെന്ന് പറയും. ദൃക്സാക്ഷികളെ 2 പേരും പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് കള്ളം സത്യമായി പറയുന്നു. നമുക്ക് പ്രൂഫാണ് ആവശ്യം. ബേബി ചെറിയ ആളല്ല,
പ്രഗത്ഭനായ അഡ്വക്കേറ്റിനെ ഇറക്കാൻ കെൽപ്പുള്ളവനാ. നമുക്ക് വെയിറ്റ് ചെയ്യാം. നാളെ തന്നെ പപ്പനെ ഇവിടെ എത്തിക്കണം. Done. അലീനയ്ക്ക് സീക്രട്ട് ഫോൺ ഉണ്ടെന്ന് മാം വിശ്വസിക്കണം. ഉറപ്പല്ലേ? ഇല്ലെങ്കിൽ സേവിയുടെ അനൂപിന്റെ നീക്കം പപ്പൻ അറിയില്ല. ഓക്കെ, റൈറ്റ്. ഈ പെൻഡ്രൈവിൽ കോൾ ലിസ്റ്റ് ഉണ്ട്. അലീനയുടെ വീട്ടിൽ സീക്രട്ടായി സൂക്ഷിച്ചിരിക്കുന്ന ആ ഫോണിൽ നിന്നുള്ള കോൾസ് നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യണം. കറക്റ്റ് ഡേറ്റ് പറയാമോ? 12:30. ഉറപ്പാണോ? ഉറപ്പാണ്. ഞാൻ മനസ്സിലാക്കിയ പപ്പൻ ഷാർപ്പാണ്. അലീനയുടെ കോൾ വന്നയുടെ പപ്പൻ വേട്ടയ്ക്കുള്ള പ്ലാനിങ് തുടങ്ങി. ഓക്കെ. 40 സെക്കൻഡിൽ താഴെയാവും സംസാരം. ഓക്കെ, ബൈ. ഇവനാണ് മിസ്റ്റർ പപ്പൻ. അതെ, ഈ പോലീസുകാരൊക്കെ വെറും ഉണ്ണാക്കന്മാരാണെന്ന് തനിക്ക് വിചാരമുണ്ടോ? ഒരിക്കലുമില്ല സർ. അങ്ങനെ അഭിപ്രായമുള്ളവരുണ്ടാവാം. എനിക്ക് അഭിപ്രായമില്ല സർ. മിടുക്കൻ. പിന്നെ നീ എന്തോ ധൈര്യത്തിലാടാ സേവിയെ വെള്ളത്തിലേക്ക് എറിഞ്ഞത്? ഏത് സേവി? അതാരാ? നിനക്കറിയത്തില്ല? സത്യമായിട്ടും അറിയത്തില്ല. 18-ാം തീയതി കായലിലുണ്ടായിരുന്നു. 18-ാം തീയതി ഒരു ബോഡി കിട്ടിയാലും വെള്ളക്കാർ പറഞ്ഞിരുന്നു. അയാളാണോ സേവി? എന്തോ ചെയ്യണം സാറേ? 18-ാം തീയതി ഈ കായലിൽ ചുറ്റിക്കറങ്ങിയത് എന്തിനാ? സാറേ, ഞാനൊരു നാട്ടുവൈദ്യനാണ്. ആ തുരുത്തുകളിൽ ചില പച്ചമരുന്നുകൾ സുലഭ. അത് പറിക്കാനാണ് ഞാനവിടെ പോകുന്നത്. 18-ന് മാത്രമല്ല, മറ്റു പല ദിവസങ്ങളിലും ഞാൻ അങ്ങോട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു 5 മരുന്ന് ചെടികളുടെ പേര് പറഞ്ഞതാ. എടാ, 5 പച്ചമരുന്ന് ചെടികളുടെ പേര് പറയാൻ. കരിന്തുമ്പ, പറയണ ബ്രഹ്മി, മുക്കുറ്റി, ശതാവരി, മരമഞ്ഞൾ. എത്രയോ പേര് കായലിലൂടെ സഞ്ചരിക്കും. എന്നെ മാത്രം മർഡർ കേസിൽ വിളിപ്പിച്ചെന്തിനാണ്? കുവൈറ്റ് ബേബിയുടെയും അലീനയുടെയും രക്ഷകനാ നീ. അത് ശരിയാണ്. ബേബി ചായം പറഞ്ഞ ചാവാൻ പോലും എനിക്ക് മടിയില്ല. മനസ്സിലായി. നിന്റെ ജാതകം എവിടെയുണ്ട്? അലീനയ്ക്ക് വേണ്ടി നീ സേവിയ അനൂപിനെ കൊന്നു. സാർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അലീന അവൾക്ക് ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കല്ലേ? ഇയാളെ അറിയോ? അറിയില്ല, കണ്ടിട്ടേ ഇല്ല. കഴിഞ്ഞ 31-ന്, അതായത് അനൂപ് കൊല്ലപ്പെട്ട ദിവസം, നിന്നെ ആ ചുറ്റുപാടിൽ കണ്ടവരുണ്ടല്ലോ. സാർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാനാണ് കൊലപാതകം എന്നാണോ? എനിക്കെതിരെ എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്തോളൂ സാർ. 31 തീയതികളിൽ ഞാൻ ഭരണങ്ങാനത്തായിരുന്നു പ്രായിക്കര പാപ്പന്റെ വീട്ടിൽ. പാപ്പച്ചായനെ ഒന്ന് ചവിട്ടി തിരുമാൻ വേണ്ടി പോയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം. പിന്നെ 31-ാം തീയതി എന്റെ ബൈക്ക് ചെറുതായിട്ടൊന്ന് തട്ടി ആകെ കശപിശയായി പോലീസ് വന്ന് കേസ് കൊടുത്തിട്ടുണ്ട്. FIR-ഉം ചാർജ് ചെയ്തു. അതും വേണമെങ്കിൽ സാറുമാർക്ക് അന്വേഷിക്കാം. മാമന് മനസ്സിലായോ? ഇവൻ ആള് പുലിയാ. 2 ദിവസം കൂടി ഇവൻ പുലിയായി ജീവിച്ചോട്ടെ. അത് കഴിഞ്ഞ് ഇവൻ പൂച്ചയാ. കാർമേഘം നിന്റെ മുകളിൽ ചുഴിയായി രൂപം കൊള്ളുന്നുണ്ട്. ഇപ്പം പുലിക്ക് തൽക്കാലം പോകാം. പപ്പാ, ഈ ചവിട്ടി തിരുമാൻ നിന്നെക്കാട്ടും മിടുക്കനാ ഞാൻ. പക്ഷെ നീ താങ്ങിയല്ല. പുലി ചെന്നാട്ടെ. ശരിയല്ല. സോറി. 2 പേരെ കൊന്നത് ഇവനാ. 2 പേരെ കൊല്ലാൻ പോകുന്നതും ഇവനാ. നിങ്ങൾ എന്താണ് ആലോചിക്കുന്നത്? ഇവനെതിരായി ഒരു തെളിവുമില്ല. പക്ഷെ ഇവൻ തന്നെയാ കൊന്നത്. നോക്കാം. സെക്സ് ട്രാഫിക് എന്ന് പറഞ്ഞാ എന്തുവാ? ഒറ്റ വാക്കിൽ പറഞ്ഞ സെക്ഷൽ സ്ലേവറി. Victims are forced into sexual act without their consent. എന്ന് പറഞ്ഞു ആ പെണ്ണിന്റെ ജീവിതം മൃഗത്തെ പോലെ. ആർക്ക് വേണമെങ്കിലും വരാം, ഇടിക്കാം, തൊഴിക്കാം, സിഗരറ്റ് കൊണ്ട് പൊള്ളിക്കാം, റേപ്പ് ചെയ്യാം. ഇങ്ങനെയുള്ളവരെ എന്ത് ചെയ്യണം? ചാൻസ് കിട്ടുമ്പോ തീർത്തേക്കണം. യെസ്, യു സെഡ് ഇറ്റ്. സേവി, അനൂപ്, രഞ്ജിത്ത്, ദിലീപ്, they all deserve capital punishment. നിന്നെ കൊണ്ടോ പറ്റില്ല. ശിക്ഷ നടപ്പിലാക്കുന്നത് വരെ നീയായിട്ട് അവരെ തടയരുത്. ആരുടെ ഫോണിൽ നിന്നാ ഇത് ലഭിച്ചത്? ദിലീപ് ഓരോരുത്തരെ ചവിട്ടിയരച്ച് പീഡിപ്പിക്കുമ്പോ ഇവരത് ഷൂട്ട് ചെയ്യും. എന്തൊരു ജന്മം!
പേരെയും പൂട്ടാനുള്ള എവിഡൻസ് ഇതിലുണ്ട്. നന്നായി, നിനക്ക് ക്രെഡിറ്റ് ആയി. ഇരയുടെ അവസ്ഥയോ? എത്ര പേരുടെ കണ്ണുകളിലൂടെ ഈ വിഷ്വൽസ് പോവും? കോടതിയിൽ സീൽ ചെയ്ത് സൂക്ഷിച്ച വിഷ്വൽസ് പോലും ലീക്കാവുന്ന കാലമായത്. അത് നീ മറക്കണ്ട. നീ എവിടെ പോവാ? എനിക്ക് വേറെ പണിയുണ്ട്. എന്റെ ബ്രെയിൻ ഇപ്പോ പ്രാക്ടിക്കലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയും നിന്റെ കൂടെ ഇവിടെ താമസിച്ച എന്റെ ബ്രെയിൻ സ്പോയിലായി പോകും. നീ നമ്പർ ഐഡന്റിഫൈ ചെയ്തോ? ചെയ്തു, പക്ഷെ പറയില്ല. നിനക്ക് വേണമെങ്കിൽ സൈബർ സെല്ലിൽ കൊടുത്ത് ഐഡന്റിഫൈ ചെയ്യാം. പെർമനന്റ് ഡിലീറ്റ്. അലീനയുടെ മാത്രമല്ല, വേറെ ഫോൾഡേഴ്സും ഉണ്ട്. ഒരെണ്ണം ഓപ്പൺ ചെയ്തു. ഒരാതിര സൂയിസൈഡ് ചെയ്യുക. പത്രത്തിൽ വായിച്ചത് ഞാൻ ഓർക്കുന്നു. എത്ര പെണ്ണുങ്ങൾ നമ്മുടെ കസ്റ്റഡി ചെയ്യിച്ചു. ചിലർ സൂയിസൈഡ് ചെയ്തു, ചിലരെ നമ്മൾ കൊന്നു. പക്ഷേ അലീന വന്ന ശേഷം നമുക്ക് പണിയാം. വൈ ഇനിയോള് വേണോ? തീർത്തേക്ക്. ഒരു പ്ലാൻ ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. എന്താ? പറയാം. അവളെ അവിടെ എത്തിക്കുക നിന്റെ ചുമതലയാണ്. ഏറ്റവും അച്ഛാ. എന്താ ദിലീപേ? അലീന, ഗെറ്റ് റെഡി. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ഇപ്പോഴോ? കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. അലീന പ്ലീസ്, എനിക്ക് കുറച്ച് സംസാരിക്കണം. ലുക്ക്, ഐ എം സോറി. ഞാൻ നിന്നെ ഒരുപാട് ദ്രോഹിച്ചു. ഐ നോ ദാറ്റ്. ഫോർഗീവ് മീ. നമുക്കെല്ലാം മറക്കാം. യു നോ വാട്ട്, ഐ എം സോ ലോൺലി. ഐ ഹാവ് ലോസ്റ്റ് മൈ ഫ്രണ്ട്സ്. ഇരുട്ടിലായ പോലെ നീ മാത്രമേ എനിക്കുള്ളൂ. What the hell is this? ദിലീപ്, നീ എന്താ കളിക്കുവാണോ? അലീന, ബിലീവ് മീ, ഒരു പുതിയ ജീവിതം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാ, നമുക്ക് ഇന്ന് തന്നെ ബാംഗ്ലൂർക്ക് മടങ്ങാം. യു ക്യാൻ ട്രസ്റ്റ് മീ. Are you sure? യെസ്, കം ലെറ്റ്സ് ഗോ. വെയിറ്റ്, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. ഒരു 10 മിനിറ്റ്. ഓക്കെ, പോയിട്ടോ. സമയമായി. വെയിറ്റിംഗ് ലിസ്റ്റിൽ 3 and 4. അര മണിക്കൂർ നീ ലേറ്റ്. സോറി അളിയ, അലീന ഒന്ന് വരും. നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അയ്യോ, കൊച്ചിനെല്ലാം പറ്റിയോ? നീ വേദനിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് വേദന ഇല്ലാത്ത ലോകത്തേക്ക് നീ പോ.
നീയോ അന്ന് സ്റ്റെപ്പ് ഒന്നും നീയല്ലടാ, അവനാണോ നീ? മരണത്തിന്റെ വ്യാപാരി. ആവശ്യക്കാർക്ക് ഇപ്പൊ കാലിന് സപ്ലൈ ഞാനടാ. നിന്നെ കൊല്ലൂടി. നീ തീർന്നേ. Die and go to hell, for the wages of sin is death. പാപത്തിന്റെ ശമ്പളം മരണം. അതെടാ, ഞാൻ തന്നെയാ നിന്റെ സേവിയെയും ആ അനൂപിനെയും പാഠമാക്കിയത്. ഇനി മറ്റവൻ ആ രഞ്ജിതനെ പുറകെങ്ങ് വിട്ടേക്കാം. സ്ത്രീ അബലയല്ല, ശക്തിയാണ്. ഗുഡ് ബൈ മൈ ലവ്. നിനക്ക് പറ്റുമെങ്കിൽ ആ ദിലീപിനെ പോയി രക്ഷിക്കടാ. ഓടാ. ഇത് നീ എരന്നു വാങ്ങിയതാണ്. പരികർമ്മിയായിരുന്ന എന്നെ നീ കർമ്മിയാക്കി. സ്ത്രീ ആരുടെ അടിമയല്ലടാ, അവളെ അടിമയാക്കരുത്. ഇവിടെ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം ഉണ്ടാ. വെയിറ്റിംഗ് ലിസ്റ്റിലെ 4-ാമൻ ഇതോടെ തീർന്നു.
ടെൻഷൻ അടിക്കണ്ട മാം, അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല. രഞ്ജിത്ത് ദിലീപിനെ കുത്തിക്കൊന്നു. അതും ഒരു പ്ലാൻഡ് സ്റ്റോറി ആവും. ദൃക്സാക്ഷിയുണ്ട്, ഒരു തമിഴൻ ശരവണൻ. അയാൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാൻ മാമിന് അയച്ചിരുന്നു. CI അയാളെ ഇൻട്രോഗേറ്റ് ചെയ്തു. മറിച്ചൊരു എവിഡൻസും കിട്ടിയില്ല. ഐ എം ഗോയിങ് ടു മീറ്റ് അലീന. വന്നിട്ട് സംസാരിക്കാം. സാറായിരുന്നോ ദിലീപാണെന്ന കരുതിയ? ദിലീപ് ഇവിടെ ഇല്ലേ? പുറത്തു പോയി. എന്നെ കൂട്ടി ബാംഗ്ലൂരിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാ. ഐ തിങ്ക് ഹീസ് ചേഞ്ച്ഡ്. സംഭവിച്ചതിനൊക്കെ സോറി പറഞ്ഞു. സോ യെസ്, ഞങ്ങളൊരു പുതുജീവിതം തുടങ്ങാം. അപ്പോൾ വാട്ട് അബൌട്ട് ദ വീഡിയോ ക്ലിപ്സ്? അത് ഡിലീറ്റ് ചെയ്തോ? അലീനെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല, ദിലീപിന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ അറിഞ്ഞതാണ്. വീഡിയോ ക്ലിപ്സ് അതൊന്നും എന്നെ ഭയപ്പെടുത്തില്ല. പക്ഷെ പപ്പയും മമ്മിയും അത് കണ്ട അവർ ജീവിതം അവസാനിപ്പിക്കും. അതെനിക്ക് ഉറപ്പായിരുന്നു. പപ്പ മമ്മി. എന്താ മോളെ? എന്താ? ഞാൻ വീട്ടിൽ വന്നപ്പോ നിങ്ങളില്ല. എന്താ കാര്യം മോളെ? ഇത് കണ്ടോ, 100 meters hurdles I have won the first prize. Congratulations. I was sure നീ എന്റെ മോളല്ലേ. ഓ, ഇതാണോ വലിയ കാര്യം? പഠിക്കുന്ന കാര്യത്തിൽ കൂടി ഇത്ര മിടുക്കുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പുസ്തകം മാത്രം പഠിച്ചാ പോരാ, ജീവിതത്തിലെ പഠിത്തം ദേ ഇതുപോലെയാ മോളെ. ഇത്തരം ആക്ടിവിറ്റീസുകൾ മെന്റൽ സ്ട്രെങ്ത് കൂട്ടും. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള കഴിവ് നിന്നിൽ വന്നു ചേരും. പക്ഷേ ഞങ്ങളുടെ അഭിമാനം നഷ്ടപ്പെടുത്തരുത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ ഞങ്ങൾ പിന്നെ ജീവിച്ചിരിക്കില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഓക്കേ മോളെ. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല, പക്ഷെ സംഭവിച്ചു. ഇൻസ്റ്റഗ്രാമിലെ പല സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു ദിലീപ്. അയാളുടെ വാക്കുകളും സ്നേഹത്തോടെയുള്ള പെരുമാറ്റവും എന്നെ അയാളിലേക്ക് അഗാധമായി അടുപ്പിച്ചു. ചേട്ടാ 2 ചായ. ചൂടപ്പവും മുട്ടക്കറിയും ഉണ്ട്, എടുക്കട്ടെ? എടുത്തേട്ടാ, ഒരു പ്ലേറ്റ് മതി. ചൂടുണ്ട്. ചൂട്. ബൈക്ക് റൈഡ് എനിക്ക് വലിയ ഹരമായിരുന്നു. അവധി കഴിഞ്ഞ് ബാംഗ്ലൂർക്ക് ബൈക്കിൽ പോകാമെന്ന് ദിലീപ് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു. ഇതാണ് വീട്. അപ്പൊ നമുക്ക് അമ്മയെ പരിചയപ്പെടാം.
ഭേദവും ഇപ്പൊ വരും. നമ്മൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചവരെ. വിവാഹം കഴിഞ്ഞിട്ട് ഇവിടെ താമസിക്കുന്നതാണ് മാന്യത. ദൈവങ്ങൾക്ക് ഇട്ടിരുന്ന മാലയാ, ശക്തി കൂടും. പിറ്റേ ദിവസം ബാംഗ്ലൂരിലേക്ക് പോകാനായി റെഡിയാകുമ്പോഴാ അവന്റെ മറ്റൊരു മുഖം ഞാൻ കണ്ടത്. ദിലീപേ, പെട്ടെന്ന് റെഡിയാവും. 10 മണിക്ക് മുമ്പേ ഹോസ്റ്റലിൽ എത്തണം. യു ആർ നോട്ട് ഗോയിങ് എനിവെയർ. എന്താ പറഞ്ഞേ? നീ എന്ത് ബുൾഷിറ്റൊക്കെ പറയുന്നേ? ഞാൻ സമയത്ത് അവിടെ എത്തിയില്ലെങ്കിൽ പപ്പ അന്വേഷിച്ചിറങ്ങും. We slept together, we got married. Remember? കഴിഞ്ഞു അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ റോള്. നീ ഇവിടെ നിൽക്കും, ഞാൻ പറയുന്നത് കേട്ടു. നീ എന്താ എന്നെ ത്രട്ടൻ ചെയ്യാണോ? ദേ നോക്ക്, അടവ് എന്റെ അടുത്ത് വേണ്ട. ഐ ആം ഗോണ ഗോ. നീ വരണ്ട. കണ്ടോ മൂടുപടമില്ലാത്ത നിന്റെ യവന സൗന്ദര്യം സോഷ്യൽ മീഡിയയിൽ നിറയും. അല്ലെങ്കിൽ ഞാനങ്ങ് നിറയ്ക്കും. നിന്റെ ന്യൂഡ് വീഡിയോ നിന്റെ വീട്ടിൽ തന്നെ ആദ്യം എത്തിക്കും. പോരെ? യു ഹാവ് നോ ചോയ്സ്. എൻ്റെ ഫ്രണ്ട്സ് അറിയാലോ അവന്മാരെ, എൻ്റെ ചങ്കുകളാ. എന്ത് കിട്ടിയാലും ഞങ്ങൾ ഷെയർ ചെയ്യും. എൻ്റെ ചങ്സാ, പ്ലീസ് കോപ്പറേറ്റ് വിത്ത് ദം, മേക്ക് ദം ഹാപ്പി. അതിബുദ്ധി കാണിച്ച കാലം മായ്ക്കാത്തൊരു കനലായി നീ എരിഞ്ഞു തീരും. അവര് 4 പേരെന്നെ റേപ്പ് ചെയ്തു. അവരെന്നെ ടോർച്ചർ ചെയ്തു, ബ്ലാക്ക്മെയിൽ ചെയ്തു. എനിക്ക് ജീവിക്കണം. എന്റെ ലൈഫ് ആരുടെ ഔദാര്യമല്ല. യു ആർ റൈറ്റ്, ഐ അഗ്രി വിത്ത് യു. ദിലീപിനെ രഞ്ജിത്ത് കുത്തിക്കൊന്നു. രഞ്ജിത്ത് ആത്മഹത്യ ചെയ്തു. ബോഡി പുഴയിൽ നിന്ന് കണ്ടെത്തി. ഐ കാൻ ബിലീവ് ദിസ്. മതി മതി, ദിലീപിന്റെ ഫോൺ കത്തിച്ചു കളഞ്ഞു. ഒരു മനുഷ്യന്റെ ആത്മാഭിമാനത്തിന് അങ്ങേയറ്റം വില കൽപ്പിക്കുന്ന ഒരാളാണ് ഞാൻ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ. ഇതാ തന്റെ ഫോൺ. അന്വേഷണം കഴിഞ്ഞിട്ടില്ല, സോ ഇവിടെ വിട്ടു പോകരുത്. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു. മാഡം പോവണം. ആ ദൃസാക്ഷി ശരവണനെ വിളിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എമർജൻസി ആയിട്ട് പോവാണല്ലോ. അയാളുടെ ഗാർഡനിൽ വെയിറ്റ് ചെയ്യാൻ പറ, ഞാൻ പോകുന്ന വഴിക്ക് കണ്ടോളാം. ഓക്കെ മാഡം.
போட்டோ எடுக்கல மேம் அவங்க சண்டை தான் போட்டுட்டு இருந்தாங்க. திடீர்னு குத்துனா கொஞ்சம் கூட எதிர்பார்க்கல மேடம். நடந்தது எல்லாத்தையும் டீட்டெயிலா சொல்லு. എടാ കൊന്നിട്ട് അന്തൊരു കുറ്റുണർച്ചയിൽ അവനും പോയി തർക്കൊല പണിയിട്ട മാഡം. സ്വന്തം ഊര് സേലം, 7 വർഷം കുവൈറ്റ്. சரக்கடிச்சதுனால 7 வருஷம் ஜெயிலில் இருந்தேன். 2 வருஷம் முன்னாடி தான் இங்கே வந்தேன். இப்போ டேரி ஃபார்ம் நடத்துறதுக்கு உதவி செய்யறது யாரு? நீ சொல்றியா இல்ல நான் சொல்லவா? ഡെയ്സി മാഡം. അലീനയുടെ അമ്മാവാ? ஆமாம்மா. இப்போ நீ போ, பின்னாடி போலீஸ் இருக்கு. കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല. മരണശിക്ഷയ്ക്ക് യോഗ്യനാണ് അവൻ. അത് വിധിക്കേണ്ടത് കോടതിയാണ്. അതൊരു സിസ്റ്റമാണ്. പലയിടത്തും ചോർച്ചകളും പഴുതുകളും കാണും. ഇരയ്ക്ക് നീതി എന്ന് പറഞ്ഞാൽ അതിജീവനമാകണം എല്ലാ അർത്ഥത്തിലും. നമ്മുടെ സമൂഹത്തിൽ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീക്ക് എങ്ങനെ ജീവിക്കാനാവും? മരണം വരെ അവൾ കളങ്കിതയാണെന്ന് സമൂഹം കണക്കാക്കുന്നു. അങ്ങനെയുള്ള സാമൂഹ്യ വ്യവസ്ഥയിൽ അതിജീവനം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ ഇരയ്ക്ക് അവകാശമുണ്ട്. അത് ചിലപ്പോൾ ഉന്മൂലനമാകാം. ഇരയായാൽ വേട്ടക്കാരനെ നിഗ്രഹിച്ചു പോകുന്നെങ്കിൽ പോട്ടെ. ഫ്രം മൈ ഹാർട്ട്. പെൻഷനാകുന്നതിന് മുൻപ് ഒരു നല്ല കാര്യം ചെയ്തു വരട്ടെ.
പറവളെ കണ്ടു. അതുപോലെ മോൾക്കും പറക്കാം. ഇനി തടയാൻ ആരുമില്ല. രണ്ടാളും നല്ല ഹാപ്പി മൂഡിലാണല്ലോ. പപ്പ, നീ ഇവിടെ അങ്ങ് കൂടിയോ? അങ്ങനെയൊന്നുമില്ല. പോലീസിലുള്ളവർ പൊട്ടന്മാരാണെന്ന് നീയൊക്കെ കരുതിയോ? No, sir. We never ever thought like that. You are an amazing officer. And you know the truth. ട്രൂത്ത്. നിങ്ങൾ നിരപരാധികളാണെന്ന് ട്രൂത്തോ അതോ കുറ്റവാളികളാണെന്ന് ട്രൂത്തോ? അലീന, വാട്ട്സ് യുവർ നെക്സ്റ്റ് പ്ലാൻ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. നന്നായി അഭിനയിക്കാൻ അറിയാലോ. സിനിമയിലൊന്ന് ട്രൈ ചെയ്തൂടെ? സാറും ഒട്ടും മോശമല്ല. ഓഹോ, 10 മിനിറ്റിനുള്ളിൽ സ്ഥലം വിട്ടോണം. നീതി നമ്മുടെ ഭാഗത്താണെങ്കിൽ വിജയം നമുക്കിപ്പോൾ എന്നും ഉണ്ടാവും. ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്. ഓക്കെ? ഓക്കെ. സമാധാനമായിട്ടിരിക്കും. സോ ഹാപ്പി ആൻഡ് സ്റ്റഡി വെൽ. ദൈവം നിന്റെ കൂടെ ഉണ്ടാകും. ദാ.